ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നണമെങ്കിൽ ഒരു പുരുഷന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. നമ്മുടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഏതൊരു സ്ത്രീയും അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിക്കുന്ന പുരുഷൻ്റെ ആദ്യത്തെ ഒരു ഗുണം അല്ലെങ്കിൽ പുരുഷന് വേണം എന്ന് അവൾ ആഗ്രഹിക്കുന്ന ആദ്യത്തെ കാര്യമെന്ന് പറയുന്നത്, ആ ഒരു പുരുഷൻ എന്ന് പറയുന്നത് ഗുഡ് ലിസണർ ആയിരിക്കണം. അതായത് ഈ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല ക്ഷമയോടെ കേട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. പെൺകുട്ടികൾക്ക് പൊതുവെ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടാവും. അവൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ചില പുരുഷന്മാരുണ്ട്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു സ്ത്രീ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരുമ്പോഴത്തേക്കും ഒന്നില്ലെങ്കിൽ ഹെഡ്സെറ്റ് എടുത്ത് വെക്കും, അല്ലെങ്കിൽ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കും. എന്നിട്ട് പറയും, നീ പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ഒരു സ്വഭാവം ഒരു സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾക്കും ഇഷ്ടമല്ല. ആ ഒരു പെൺകുട്ടി പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ ശ്രദ്ധിച്ചിരുന്ന് കേൾക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് തിരിച്ചും റെസ്പോണ്ട് ചെയ്യുക. ഇനി സജഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്കതും പറയാവുന്നതാണ്. ഇത്തരത്തിലുള്ള പുരുഷന്മാരോടാണ് പൊതുവെ എല്ലാ സ്ത്രീകൾക്കും അട്രാക്ഷൻ തോന്നുക. അതുകൊണ്ട് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് വിചാരിച്ച് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നല്ല ഒരു ലിസണർ ആകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് ഒരു പുരുഷനോട് അട്രാക്ഷൻ തോന്നുക ആദ്യം തന്നെ അവൻ്റെ ഹൈജീൻ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് എപ്പോഴും ഒരു വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടായിരിക്കണം. ഏതൊരു സ്ത്രീയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു പെൺകുട്ടിയാണെങ്കിലും ആദ്യം തന്നെ ഒരു പുരുഷനെ കാണുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അവൻ്റെ മീശ, താടി, ഫേസ്, ഡ്രസ്സിങ് ഇതൊക്കെയായിരിക്കും. പിന്നെ ഇതോടൊപ്പം തന്നെ അവൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ചെരുപ്പ്, അതായത് നിങ്ങളുടെ ഷൂസൊക്കെ എങ്ങനെയാണ് എന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ വൃത്തി എന്ന് പറയുന്നത് അവൻ്റെ കാലിൽ നോക്കിയാൽ അറിയാം എന്നാണ് പറയുന്നത്. നിങ്ങൾ വൃത്തിയായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ചേരുന്ന രീതിയിലുള്ള ഡ്രസ്സിങ്ങും ചെരുപ്പും ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ മീശ, താടി ഇതൊക്കെ പ്രോപ്പറായിട്ട് വെട്ടി വൃത്തിയാക്കി നിങ്ങൾ കൊണ്ട് നടക്കുക. നെഹമൊക്കെ ആണെങ്കിലും ഒരുപാട് അങ്ങോട്ട് നീട്ടി വളർത്തുക. അല്ലെങ്കിൽ ചില ബോയ്സ് ഉണ്ട് ഈ റോഡ് സൈഡിലൊക്കെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക ഫ്രണ്ട്സിൻ്റെ ഒപ്പം. ഈ ഒരു ടൈമിലായിരിക്കും നെഹം അവർ പല്ലുകൊണ്ട് ഇങ്ങനെ കടിച്ച് കളയുന്നത്. ഇതൊന്നും ഒരു സ്ത്രീക്കും ഇഷ്ടപ്പെടുന്ന കാര്യമേ അല്ല. അതുകൊണ്ട് എപ്പോഴും പ്രോപ്പറായിട്ട് ഹൈജീന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ നിങ്ങൾ നല്ല രീതിയിൽ വേർക്കുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി രാവിലെ പെർഫ്യൂംസൊക്കെ യൂസ് ചെയ്തു ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും വീണ്ടും നിങ്ങൾ വേർക്കുകയാണ്. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഒരു പോക്കറ്റ് പെർഫ്യൂംസൊക്കെ കരുതാവുന്നതാണ്. നിങ്ങളിങ്ങനെ നല്ല രീതിയിൽ വേർക്കുമ്പോഴൊക്കെ നിങ്ങൾക്കത് യൂസ് ചെയ്യാവുന്നതാണ്. ഒരിക്കലും സ്വെറ്റിൻ്റെ സ്മെല്ല് ഗേൾസിന് ഇഷ്ടപ്പെടത്തില്ല. സോ എപ്പോഴും ഹൈജീനായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള വ്യക്തികളോടാണ് എല്ലാ സ്ത്രീകൾക്കും പെട്ടെന്ന് തന്നെ അട്രാക്ഷൻ തോന്നുന്നത്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, മൂന്നാമതായിട്ട് ഏതൊരു സ്ത്രീക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് റെസ്പെക്റ്റ് ആണ്. അതായത് മറ്റുള്ളവരെ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ചില പുരുഷന്മാരുണ്ട്, അവരുടെ ആ ഒരു പെൺകുട്ടീനെയും അവളുടെ ഫാമിലിനെയൊക്കെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ മറ്റുള്ള സ്ത്രീകളെയൊക്കെ കമൻറ്റ് പറയും അല്ലെങ്കിൽ താഴ്ത്തി കിട്ടും. ഇതൊക്കെ കൂടുതലായിട്ടും ചെയ്യുക ആ ഒരു പെൺകുട്ടിയുടെ അടുത്തായിരിക്കും. അതായത് അവളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ, വേറെ ആരും എനിക്ക് ഇഷ്ടമല്ല, നിന്നെ മാത്രം എനിക്ക് റെസ്പെക്റ്റ് ചെയ്താൽ മതി. ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ള സ്ത്രീകളെ, അതായത് കുറേ ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യുന്ന പുരുഷന്മാരും ഉണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം എപ്പോഴും ഓർത്തോ, നിങ്ങളിങ്ങനെ മറ്റുള്ള സ്ത്രീകളെ ബോഡി ഷെയിം ചെയ്യുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പെൺകുട്ടിക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഫീലാകുക. അവൾക്ക് പിന്നെ നിങ്ങളൊരു ദേഷ്യം അല്ലെങ്കിൽ ഒരു വെറുപ്പായിരിക്കും ഉണ്ടാവത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു പെൺകുട്ടീനെ മാത്രമല്ല ബാക്കിയുള്ള എല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നിങ്ങളെപ്പോഴും കാണിക്കുക. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റലിജൻസ് ആണ്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിരിക്കണം. വിദ്യാഭ്യാസമുള്ള പുരുഷന്മാരോട് പൊതുവെ സ്ത്രീകൾക്ക് അട്രാക്ഷൻ കൂടുതലാണ്.
നല്ല അറിവ്, എന്ത് കാര്യം ചോദിച്ചാലും പറയാൻ പറ്റണം. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള പുരുഷന്മാരെ എല്ലാ സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളുടെ അട്രാക്ഷൻ തോന്നണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു എങ്കിൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആയി തന്നെ വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.